ഹരിഹര സുതനേ अपने घर में देखिए ये पता नहीं कौन है उसके घर में, उसके रिश्तेदार। ഇത് ഒലക്കയുമല്ല. അല്ല, നിനക്ക് എന്താ തലക്ക് ഭ്രാന്തുണ്ടോ? എനിക്ക് ഭ്രാന്തമായ ബോധം എനിക്കുണ്ട്. അമ്മാമയെ പറ്റിക്കാനുള്ള ഒരു ഏർപ്പാടാണ് ഇവിടെ നടക്കുന്നത്. ഏതോ ഒരു തെണ്ടിയെ പിടിച്ച് अब बताएगा इसे, देखो सच्चाई बताएगा मुझे। അയ്യോ, ഈ കിളവൻ വരുന്നില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടല്ലേ കോവിലകത്തെ ആൾക്കാരുമായി നമ്മൾ കല്യാണത്തിനേറ്റത്. അവരോട് ഇനി എന്ത് പറയും? अबे देखो അയാള് കട്ടിലും കല്യാണം നിലത്തോ കിടക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ അമ്മ, ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന്. ഇത് ഞാൻ തെളിയിക്കും. ഞാനൊന്ന് നോക്കിയിട്ട് വരാം. अब ये चेक करने जाएगा, नीचे सो रही है वो। कराटे ले रहा है, जो जो कराटे ले रहा है। अच्छा जानबूझ के ले रहा है वो, उसे सोने नहीं दे रहा वो। ऐसे क्यों कर रहा है वो? पता नहीं, उसे परेशान करने के लिए। आगे वो देखो, अब बाहर से सुनेगा ये। वो बाहर आ रही है। ഞാൻ എന്തെങ്കിലും വേണം? अभी जाएगा बाहर। कैसा तो बैठा हुआ वहाँ पे। ഭർത്താവ് എന്ന് തെളിയിക്കാൻ എന്താണ് ഒരു വഴി? വഴി ചൊല്ലിക്കൊടുത്താല് തമ്പ്രാനൊക്കെ പറഞ്ഞു പോയി മുടി മുറിക്കാനൊക്കെ കാശ് തരുമാ. जिसको बाल में रुपए देते ही नहीं। ഫോട്ടം പിടിക്കുന്ന എഞ്ചിൻ എടുക്ക. ये मैं सब ക്യാമറയാ रुपए मांगते रहते बाल कटवाने के लिए। अच्छा अच्छा, फोटो लो बोल उसकी വിധി. जब वो सो रहे होंगे। ഐഡിയ ഒരളവുക്ക് പറവായില്ലേ. तो मंदिर से आ रखे हैं लोग, गाँव के लोग हैं। शादी हो रही है, शादी करवा रहे हैं उनके फिर से। അന്നെന്റെ അച്ഛനപ്പന്മാരുടെ കാലം മുതല് പാരമ്പര്യമായിട്ട് കൈമാറി വരുന്ന ഒരു പദവിയാണത്. അതുകൊണ്ട് ഈ തറവാട്ടിൽ വിവാഹം നടന്നാൽ അടിയാളെ തീത്തിരി നാഗരാജാ, நீங்க உங்க कैसा हुआ उनका सिस्टम? अबे വൈകുന്നേരം നമ്മ കോയിലുக்கு வந்து தாயிக்கணும். വൈകുന്നേരം കോയില് പാப்போம். വരേ തമ്പ്രാ. क्या जरूरत होती है उसके आदत जोर से डंडे वाले ने। നമ്മൾ എത്ര മണിക്ക് അവിടെ क्या कर रहे हो? അഴിക്കാൻ പാടില്ല നേരെ പറഞ്ഞു കേട്ടില്ലേ? അഴിക്കണ്ട, കൊണ്ടുപോ. कौन सेक्टर से आए? എവിടെ ये खोल के ले रहे हो उसे? खोलने के लिए मना तो नहीं क्या कहीं? പിന്നെ ഒരു കാര്യം എന്താണെന്ന് गिरने वाले थे। അല്ല പിന്നെ പിന്നെ ഒരു जानबूझ के कर रहा है ऐसा। പോയിട്ട് കാശ് പിടിക്കാൻ വളരെ കൈ തെറ്റിട്ടുണ്ട്. അല്ല അതെ Stupid. എങ്ങൾക്ക് നീங்க കല്യാണം കഴിച്ച മാതിരി കയ്യിൽ വെച്ച ഇത് ഉടനെ കളയാൻ എനിക്ക് വയ്യ. இந்த அம்மா எழுந்ததுக்கு அப்புறம் தான் குழப்பம். उठेगी नहीं।
പൊടി. इसने तो जानबूझ के मारा था उसके हाथ में डंडा जेट जोर से മനോഹരൻ നിന്റെ ओ कैमरा चला गया कैमरा लेके ऊपर चढ़ के खींचेंगे शायद फोटो हो सकता है ओ उसने देख लिया देखो फोटो खींच रहा है कैमरा लेके चढ़ गया ओ ये लाग गया उसके पापा को बैंग താൻ ഇക്കാര്യത്തിൽ ഇടപെടണ്ട. അമ്മ യഥാർത്ഥത്തിൽ സംസാരിക്കില്ല. ഒരു അക്ഷരമുണ്ട്. ओ बैंग अब तो ऐसे गर्मी में नहीं घुसने देगा वो ये मतलब कहाँ से खींच रहा हो सही है उसने उसके पापा को बुलाया ना ओ ഇവൾ ഇനി തപ്പ് പണ്ണ മാട്ടാ മன்னிச்சிடுங்க നാഗരാജാ ആദിവാസികളുടെ ഒരു ചടങ്ങ്. ये भी है प्रथा ആര് ചെയ്യും? कि खतरनाक रिचुअल्स है क्या 10 बार लगाना पड़ेगा सर വിഷ്ണു എന്താ വിഷ്ണുവിന്റെ മുഖത്തൊരു വിഷാദം? എനിക്ക് इसके अंकल की बेटी की शादी है രൂപ വേണം. നാട്ടിൽ ചെന്നാ दोपहर की order जानबूझ के ഇതാണോ വലിയ കാര്യം? 15,000 രൂപയ്ക്ക് വേണ്ടി നാട്ടിൽ പോകണമെന്നില്ല. जानबूझ के क्या होगा इसने ताकि मुझे और रुपये मिल जाए पता नहीं सच का ही झूठ का ഒരു 20,000 ഇരുന്നോട്ടെ. അവർക്ക് വേറെ വല്ല അത്യാവശ്യമുണ്ടെങ്കിലോ? ഒരു കല്യാണം उससे 20,000 दे रहा है വരുന്നതും നിന്റെ പണമാണ് മോനെ. അല്ല ഞാൻ ആ, നമുക്കിടയിൽ എന്തിനാ ഫോർമാലിറ്റീസ്? അല്ല അത് ശരിയാ. ये तो हर तरफ से मतलब कोशिश करता है जहाँ से रुपये मिल जाए ആ എന്താ वो है കാര്യം नहीं घर में ഒന്നുമില്ല ഒന്നും ഇല്ലാതൊന്നുമല്ല 20,000 दे दिए 100 रुपये 20,000 अबे ये तो भाग जाएगा अब ഞാൻ പോട്ടെ. अबे आ गया वो। എങ്ങോട്ടാ പണമൊക്കെ ആയിട്ട്? എന്താ क्या करेंगे എന്താ क्या बोलेगा ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ആ പണം ഞാൻ കഴിച്ചു. भेज दिया ले लिए रुपये ഈ കൈമളൊരു വല്ലാത്ത ആള് തന്നെ അല്ലേ? झूठ എന്തായാലും വിഷ്ണു സമാ लेटर से नहीं लिखा था झूठ वाला क्या अच्छे खासे रुपये लेके चलने जाने वाला था वो അടിച്ച് കറണ കുറിച്ച് വിളിച്ചോളൂ. ഞാൻ ആ ഊച്ചാളിയാ. എനിക്ക് അങ്ങനെ മോഹമുണ്ട്, മനസ്സിലായോ? बहुत चला गया ले जाने वाला था रुपये बहुत तेज है ये। अब ये आगे देखो इसका बेटा था वो ഉള്ളതുകൊണ്ട് പറയാ കല്യാണിയും ഭർത്താവും തമ്മില് എന്നും മുട്ടം വഴക്ക അതെന്താ കാര്യം അറിഞ്ഞിട്ട് ഓരോന്ന് പറഞ്ഞുണ്ടാക്കരുത്. അയ്യോ കല്യാണി എന്റെ മോളെ പോലെയാ ദേ ഇവളെ പോലെയാ അമ്മാമ്മയ്ക്ക് ഇവിടെ നടക്കുന്ന ഒന്നും അറിയില്ല ഞങ്ങള് ദിവസം चाय बता रही है वो വിശ്വസിച്ചാ മതി പാടി. ऐसा सुन लिया उन्हें बता देगा लड़ाई मत करना रात को है ഒന്ന് വേഗം വരുന്നുണ്ടോ हैं गधा गधा ये उसका डाउन के देकर ഈശ്വര ഇങ്ങനെ ഒരു പ്രാന്തം വായി നോക്കിയാണല്ലോ എനിക്ക് കിട്ടിയത് എന്താ എന്താ പ്രശ്നം? അല്ല ഇവള് സാറിന്റെ പേര് ഓരോന്നായിട്ട് വിളിച്ചു കൂവുന്നു. ഇഡിയറ്റ്, ഫൂൾ, മങ്കി. വേറെ തരണം. തരാം. 1,00,000 രൂപ और റെഡി रुपए കാശ് चाहिए തരാം. सुबह തമാശ പറയണ്ട. തമാശല്ല.
സത്യം സത്യം. വെറുതെ മോഹിപ്പി ഉപകാരം അത് തന്നെയാ. നിന്റെ സുഖത്തിന് വേണ്ടിയല്ല ഞാൻ ഈ കഷ്ടപ്പെടുന്നത്. ആ മനസ്സിലായി. മനുഷ്യനുള്ള സ്നേഹം കൊണ്ടാ. അതെ. പറഞ്ഞു കൊടുത്തു. എന്റെ ഭാഗ്യം കൊണ്ട് ഞാൻ उसे കേട്ടു. बता दिया उन्हें. രാത്രി ചെക്കിംഗ് ഉണ്ട്. രക്ഷപ്പെടാൻ ഒരു വഴിയേ ഉള്ളൂ. എന്താ? आगे चलाइए अब चेक चेक करने के लिए. ഓമനെ अच्छे से बात करने लगे. പോലും ഏട്ടനെ എന്ത് ഇഷ്ടമാണെന്നോ? കഴിവറുണ്ട മോളെ. ഞാൻ ഭാഗ്യവതിയാണ്. നിനക്ക് ഞാനൊരു ഉമ്മ തരട്ടെ? എല്ലാം എന്റെ ഭാഗ്യമാണ് ഏട്ടാ. വളരെ രാത്രിയായി, നമുക്ക് ഉറങ്ങാം. सुन लिया उसने, चले गए. इसके साथ डिस्कस कर रहा है. അത്ര കാര്യമാക്കാനുണ്ടോ? അതല്ല, ചില അഡ്ജസ്റ്റ്മെന്റ് അവരെന്റെ മുന്നിൽ ചെയ്യുന്നില്ലേ? इसे शक हो रहा है. പരിഭവം ഒക്കെ ഉണ്ടാവും. പിന്നെ അണ്ണൻ അടുത്തുള്ളപ്പോ അവര് ചില അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ള സത്യം. डांस कराएगा. वो करे क्या तुम्हारे सामने डांस नहीं करेंगे? അന്നാ സിനിമയെ കാണുന്ന മാതിരിയാ. ആട്ടവും പാട്ടും കൂത്തും കൊഞ്ചലും കൊഴയിലും. अब दिखाएगा उन्हें. दिखाएगा कि मतलब कैसे रहते हैं. जो आपके सामने नहीं होते. ഞാനൊരല്പം സ്വപ്നം കണ്ട് നിന്ന് പോയിടൂ. നോക്കിട്ട് പോകാൻ നോക്ക്. അങ്കിൾ, ഊണ് കാലായി, വരൂ. ദേ ആ കഴുതേ കൂടെ വിളിച്ചോ. മോള് കഴിക്കുന്നു. एक खुश हो रहा. मना कर रहा उसे. सच. वो तो सच सच बोल देगा इसमें. कहीं सरागने से हैं? क्या जरूर से चावल. ഇതെന്താ ഇത്രയും ചോറ്? एक कटोरी चावल. കൊളസ്ട്രോളിന്റെ ടെൻഡൻസി ഉള്ള ദേഹമാണെന്ന്. कोलेस्ट्रॉल की दिक्कत है. ഏട്ടന് വല്ലതും പറ്റിയാല് എനിക്ക് വിഷമമുണ്ട്. ഇത്രയും ചോറ് കഴിച്ച് എങ്ങനെയാ ജീവിക്കാൻ? ഡാഡി ഒന്ന് വെറുതെ ഇരുന്നേ. ല്ലേ മോളെ, പട്ടിണി കിടന്ന് ചത്തുപോകും. പട്ടിണി കിടക്കാതിരിക്കാനേ ഒന്നാം തരം വൈറ്റമിൻസ് ഉള്ള ജ്യൂസ് ഉണ്ട്. എന്നാ पता അത് नहीं कैसा കൊണ്ടുവാ. जूस എനിക്ക് ഈ ചോറിനെക്കാട്ടിലും ഇഷ്ടം വൈറ്റമിൻ ഈ ജ്യൂസ്. जूस. നല്ല ഒന്നാം തരം വിറ്റമിൻ पता नहीं ജ്യൂസ്. कैसा जूस बना रखा है. कड़वा जूस बना रखा है. No, you should drink. This is food as well as medicine. കുടിക്കാൻ പറയൂ ഡാഡി. जबरदस्ती पिला रहा उसको. ओ बे. अब पता नहीं क्या डाला होगा उसमें. ओ बे. कड़वा है वो. കിടക്ക്. खाना खाएगा नहीं खाया उसने. लिखा है शायद. മനസ്സിൽ കാണുന്നതിന് മുമ്പ് ഞാൻ മാനത്ത് കാണും. ഗതികേട്ടിന് എനിക്ക് കുറച്ച് കാശിന് ആവശ്യമായിപ്പോയി. അതിന് വേറെ വല്ല വഴിയും കണ്ടിരുന്നു. അറിയാടി, ദേ, എന്നെ എടിപൊടിന്ന് വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ അടുത്ത് अब कहीं सुन ना ले वो. ദാ മോളെ പാല്. ഉറങ്ങിയില്ലേ? बहुत तेज है ये लेडी. उस लड़के से भी नफरत करती है. പാലില് നല്ലോണം പഞ്ചസാര ഇട്ടിട്ടുണ്ടല്ലോ. मेरी है. दूध पीना चाह रहा था वो. നീ ചെവിക്ക് നുള്ളിക്കോ.
ഈ പാല് കുടിച്ചതിന് എന്താടോ ഇരിക്കുന്നോ? क्या खेल रहे हैं ताश? अच्छा പറയട്ടെ. पता नहीं फिर से तो नहीं मांगने वाले रुपए. ഞാൻ എൻ്റെ അമ്മയുടെ 4ാമത്തെ മകനാണ്. ബാക്കി 3 പേരും പ്രസവിച്ച ഉടനെ അപ്പൊ ആ ബാധയെ बहुत लगे ഒഴിവാക്കാൻ വേണ്ടി इसके मम्मी पे. പിന്നെ കാലത്ത് അമ്മ ദിവസം കുളിച്ച് ഈ അതെ, പക്ഷെ അത് ഇവിടെ പറയാൻ കാര്യം അതെ കാര്യമുണ്ട് അതുകൊണ്ടാ. അതായത് അവളെ കൊണ്ടും ശയനപ്രദക്ഷിണം പ്രവർത്തിക്കണം, ഇല്ലെങ്കിൽ കുഞ്ഞ് ചാപിള്ളയായി പോകുന്നു. ആ? ആ. പക്ഷെ രാവിലെ എണീറ്റ് കുളിച്ച് ഈറിനൊടുത്ത് പാവം इसके बच्चे का हो जाएगा कुछ है. പഴഞ്ചൻ വിശ്വാസങ്ങളല്ല അണ്ണാ. ശ്വാസങ്ങൾ എപ്പോഴും വിശ്വാസമാണ്. ഇത്തരം കാര്യങ്ങളെല്ലാം എനിക്ക് വലിയ വിശ്വാസമാണ്. എന്നാ ഡാഡി अब रिचुअल कराएगा. अब पता नहीं कौन सा रिचुअल कराता है. വിളിച്ചുതരാവോ? അവൾക്ക് വിളച്ചിൽ ഇത്തിരി കൂടുതലാ. ഒരു കൈ നോക്കുന്നോ? കൈ ഇപ്പൊ തന്നെ നോക്കാം. ചേട്ടൻ എന്താ ഈ പറയുന്നത്? ഇപ്പോൾ तो कुछ ना होता क्या. അതെ, ഞാൻ പറയുന്നത് അങ്ങ് അനുസരിച്ചാ മതി. നീ ഒട്ടും മോശമൊന്നുമല്ല. എപ്പോ നോക്കിയാലും ചന്തപ്പട്ടികളെ കൊണ്ട് കടുപിടി കൂട്ടി എന്റെ ഈശ്വര ഏത് നേരത്താ എന്നെ കൂട്ടി. ഒന്നുമില്ലാതെ ഒരു നല്ല കാര്യത്തിനല്ലേ കിടന്നുരുളണം, ചെയ്ത പാപങ്ങളും തീരട്ടെ. चेक करवा रहा है उससे. Oh man. ഹരിഹര സുതനേ ആണല്ലോ അയ്യപ്പന് ഈ പാല് വാങ്ങിക്കാനായിട്ട് ഈ കാട്ടിക്കൂടെ ചണയ്യപ്പോ. हर चीज का बदला ले रहा हूँ. അയ്യപ്പോ ഹരിഹര मैं സുതനേ വീരമണി പുത്രനേ ഇല്ലാളികേ. അയ്യപ്പോ ചണയ്യപ്പോ. ओ इसका वहीं आ गया क्या है इसका നീ എങ്ങനെ ഇവിടെ എത്തി? അണ്ണനെ തപ്പി നടന്ന് എന്നെ വണ്ടിക്കൂലിക്ക് കാശ് ഒരുപാടായി. പലിശ ഉൾപ്പെടെ വാങ്ങിച്ചു. इसके रुपए नहीं दिए इसने. പകുതി എനിക്ക് വേണം. എടാ സായിപ്പിന്റെ കയ്യിൽ നിന്ന് എനിക്കൊന്നും കിട്ടിയില്ല. അതങ്ങ് പള്ളി പറഞ്ഞാ മതി. കാശ് കിട്ടി. അതിന് 4 അണ നിനക്ക് തരാൻ എനിക്ക് സൗകര്യമില്ല. വാങ്ങിക്കാമെങ്കിൽ വാങ്ങിച്ചോ. इसका सर्च खोल देगा शायद, ऐसा लग रहा मुझे. अभी उसे पता तो नहीं चला पर कहीं पीछे ना करे उसका. देखेगा ना कहाँ जा रहा है. വിഷ്ണു വാ. നല്ല വിശപ്പുണ്ടല്ലേ? അവളോട് പിണങ്ങണ്ട. അവളുടെ അമ്മയുടെ സ്വഭാവമായി. क्या शराब तो नहीं पिला रहा से. ओ चिकन रखा है उसने. ये ढोल ढोलने का है. ഓർമ്മകളൊക്കെ അതെ. നമുക്കൊന്ന് പൊടിതു. എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്റെ ക്ഷീരസാഗരത്തിലാണ് അവളൊന്ന് വീണത്. താനിപ്പോഴും ഈ പെണ്ണുങ്ങളുടെ കാര്യം ഓർത്തുകൊണ്ട് നടക്കുകയാണോ? പറഞ്ഞതിന് അവളുടെ ചേട്ടൻ തല്ലാൻ പിടിച്ച ഓർമ്മയുണ്ടോ? മിലിറ്ററി. അന്ന് ഞാൻ ഇല്ലായിരുന്നെങ്കിലേ ഈ മോന്നൽ ഷേപ്പ് ഇപ്പൊ ഇങ്ങനെ ഇരിക്കൂലായിരുന്നു. താൻ ആ മൃദംഗം ഒന്ന് ശ്രുതി ചേർത്തേ. ഇങ്ങനെ കൂടിയിട്ട് എത്ര നാളായി. അതെ, हैं क्या कर रहे. बजा रहे हैं. खतरनाक. ये क्या दिख रहा है इधर उधर. अच्छा कोई और जा रहा है. कोई और गा रहा है. वही गा रहा होगा.
बैठा हुआ अब वो भी गाने लगे ആ എന്നാ നോക്കാം. सब बाहर आ गया उसने उसको देख लिया